ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. വാർത്തകൾ തുടരുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ചെസ് പരിശീലനവുമായി ജില്ലാ ഭരണകൂടം. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഭിന്നശേഷി വിഭാഗങ്ങളെ കൂടി പ്രാപ്തരാക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അഭിപ്രായപ്പെട്ടു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ചെസ് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം തിരൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാരായ ആളുകളെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ചെസ് പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. സേവന സന്നദ്ധരായ ചെസ് പരിശീലകരെ ഉപയോഗപ്പെടുത്തി തിരൂർ, കുറ്റിപ്പുറം, മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂർ തുടങ്ങി ജില്ലയിലെ 6 കേന്ദ്രങ്ങളിലായാണ് ആദ്യഘട്ട പരിശീലന പരിപാടികൾ. ഭിന്നശേഷിക്കാരുടെ വീടുകളിൽ ആഴ്ചയിൽ 2 ദിവസം സന്ദർശിച്ച് അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയും തുടർ പരിശീലനം നൽകുകയും ചെയ്യും. ചെസ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം തിരൂരിൽ ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഭിന്നശേഷി വിഭാഗങ്ങളെ കൂടി പ്രാപ്തരാക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ചെസ് കളിക്ക് പല പ്രത്യേകതകളുണ്ട്. നമ്മുടെ പല കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിനുള്ള കഴിവുള്ള ഒരു ഗെയിമാണ് ചെസ്. പലരുടെ തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി, മാനസികമായ ഡെവലപ്മെന്റിനുള്ള കപ്പാസിറ്റി, ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഡെവലപ്പ് ചെയ്യുക, ചിന്താശേഷി, വിശകലനശേഷി, ഇതെല്ലാം വർദ്ധിപ്പിക്കാനും കൂടെ കഴിയുന്ന ഒരു കളിയാണ് ചെസ്. ഇത് നമുക്ക് മാനസികമായിട്ട് വളരെ സന്തോഷം തരികയും നമ്മൾ അബ്സോർബ് ചെയ്ത് മണിക്കൂറുകളോളം കളിക്കാനും സാധിക്കും. അപ്പം ഇതിൽ ഏർപ്പെടുന്നതോടുകൂടി നമ്മുടെ വിഷമതകൾ ഒരു പരിധിവരെ മറയ്ക്കാനും മറ്റുള്ളവരോട് മത്സരിക്കാനും പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോകാതെ ഓൺലൈനിലൂടെ കളിക്കാൻ സാധിക്കും. ഓൺലൈനിലൂടെ കളിക്കാൻ പറ്റുന്ന പല വെബ്സൈറ്റുകളും ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ പേർക്കൊക്കെ കളി അറിയാമായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഈ ചെസ് രംഗത്തുള്ള ഫിഡെ റേറ്റിംഗ് ഉള്ള പ്രശസ്തരായ കളിക്കാരെയാണ് ട്രെയിനറായിട്ട് ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ വീൽചെയറിനെ ആശ്രയിക്കുന്നവർക്കാണ് ജില്ലയിലെ ചെസ് കളിക്കാരുടെ കൂട്ടായ്മയുടെ സഹായത്തോടെ പരിശീലനം നൽകുന്നത്. ഇതോടൊപ്പം IT സാധ്യതകൾ ഉപയോഗിച്ച് ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താനും പരിശീലനം നൽകും. മലപ്പുറം ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തിരൂരിൽ നടന്ന പരിപാടിയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഡയറക്ടർ ആഷിഖ് കൈനിക്കര, തിരൂർ സ്പോർട്സ് അക്കാദമി വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് കള്ളിയത്ത്, ഫാത്തിമ മാതാ സ്കൂൾ മാനേജർ സിസ്റ്റർ ആഗ്നസ് ജോസഫ്, തിരൂർ ചെസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി, ജില്ലാ പാലിയേറ്റീവ് ട്രെയിനർ നാസർ കുറ്റൂർ എന്നിവർ സംസാരിച്ചു.